എഡ്സറ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും, അതേപോലെ തന്നെ നമ്മളുടെ പോസിറ്റീവ്സ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പോസിറ്റീവ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നെഗറ്റീവ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും, പിന്നെ നമ്മളുടെ പ്രധാനപ്പെട്ട 3 കോമ്പറ്റീറ്റർമാര് അവര് എങ്ങനെയാണ് ബിസിനസ് പിടിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, അവരുടെ കോഴ്സിന്റെ നിലവാരം എന്താണ്, ആ കോഴ്സുകൾ എങ്ങനെ നമുക്ക് അവരുടെ സ്റ്റുഡൻസിനെയും കൂടി കവർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും 3 കോമ്പറ്റീറ്റേഴ്സിനെ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ പഠിക്കാൻ ഉള്ള ഒരു രീതി, എങ്ങനെയാണ് അവരെ കുറിച്ച് പഠിക്കുക എന്നുള്ള ഒരു രീതി കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങളെ നാട്ടിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിച്ച് അവര് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അപ്പോൾ ഞങ്ങളോട് പറഞ്ഞാൽ ഇവര് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ നമ്മൾ ആ കാര്യങ്ങളെല്ലാം വെച്ച് പുതിയ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിങ് സെഷനിലേക്ക് കടക്കാം. ഓക്കെ, ഐസ് ബ്രേക്കർ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് എന്തായിരുന്നു എന്നോ, അതല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചിരുന്നു അല്ലെ, പഠന സമയത്ത് എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോഴാണ് ഗ്രൂപ്പിൽ കോൾ വരുന്നത്. മ്യൂട്ട് 1 മിനിറ്റ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ സ്കിൽ ഡെവലപ്മെന്റ്. നമ്മൾ എല്ലാവരും, ഞാൻ 80s പഠിച്ചത്. അപ്പോ 80s 70s ഒക്കെ പഠിച്ച, അല്ലെങ്കിൽ 90s ഇവൻ ദോ പഠിച്ച ആൾക്കാരുടെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റിനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മള് തിയറി കാണാപ്പാഠം പഠിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോ അതിനൊരു മാറ്റം വന്നത് ഓൺലൈൻ എഡ്യൂക്കേഷൻ സെക്ടർ വന്നതോടുകൂടി നമുക്ക് ഏത് കുട്ടിക്കും, ഒരു 7ാം ക്ലാസ് കഴിഞ്ഞ അല്ലെങ്കിൽ 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, അങ്ങനെ തുടങ്ങി പുതിയ മേഖലകളിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്സുകൾ അവർക്ക് അവൈലബിൾ ആണ്. അവരുടെ നാട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഇതൊരു വലിയൊരു ചേഞ്ച് ആണ്. അപ്പൊ നമുക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസരങ്ങൾ വളരെയധികം കൂടുതലാണ്. അപ്പൊ ഈ ചേഞ്ച് ഉണ്ടാക്കിയത് ഓൺലൈൻ സെക്ടറിലുള്ള മാറ്റങ്ങളാണ്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, അത്തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ. ജിയോ വന്നതോടുകൂടി ഇന്റർനെറ്റ് ഫ്രീ ആയി. അപ്പോ അതോടുകൂടി ഇന്റർനെറ്റ് ഫ്രീ ആയതോടുകൂടി നമുക്ക് ഈ സെക്ടറിലുള്ള ഗ്രോത്ത് വളരെയധികം കൂടി. സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യാം. എന്താണ് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്റർനെറ്റിന്റെ ഉപഭോഗം കൂടിയതോടുകൂടി സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള ആശയം വളരെയധികം വളർന്നു. ഇപ്പൊ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾക്ക് അവർക്ക് ആവശ്യമുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്ത് ജോബിലേക്ക് മാറാം. +2 കഴിഞ്ഞവർക്ക് മാറാം, ഡിഗ്രി കഴിഞ്ഞവർക്ക് മാറാം. ഒരുപാട് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇപ്പൊ കറന്റ് ഇല്ല. അങ്ങനെ പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് ജോബ് കിട്ടേണ്ട സാധ്യതയും ഇല്ല. നേരെ മറിച്ച് സ്കില്ലിനാണ് പ്രാധാന്യം. അപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് ആണ് നമ്മളുടെ പ്രൈം ഒബ്ജക്റ്റ്. എന്തൊക്കെ സ്കിൽ ഡെവലപ്പ് ചെയ്യാം? ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയത്തിൽ ഏത് സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് പാറ്റേൺസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആരൊക്കെയാണ് നമ്മളുടെ ഓഡിയൻസ് എന്നുള്ളതാണ് ഒന്നാമത് നോക്കുന്നത്. കോളേജ് സ്കൂൾ സ്റ്റുഡൻസ്, 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, ട്യൂഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കുള്ള കഥ, കവിതകള്, ഭാഗങ്ങള്, അങ്ങനത്തെ കുറച്ച് പോർഷൻസ് അവൈലബിൾ ആണ്. അത് ഫ്രീ ആണ്. അതിന് ട്യൂഷൻ ഫീ ഒന്നുമില്ല, ജസ്റ്റ് അവർക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ഇത്തരത്തിലുള്ള സ്കൂൾ സ്റ്റുഡൻസിനെ, 5ാം ക്ലാസ് മുതലുള്ള സ്കൂൾ സ്റ്റുഡൻസിനെ, കോളേജ് സ്റ്റുഡൻസിനെ, അതെല്ലാം നമ്മളുടെ മാർക്കറ്റ് സെഗ്മെന്റ് ആണ്, നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആണ്. കോമ്പറ്റീവ് എക്സാം ആസ്പിറൻസ്, PSC UPSC ഒരു കാലഘട്ടത്തിന്റെ സ്വപ്നമാണ് ഗവൺമെന്റ് ജോലി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് ടൂ മച്ച് ആയിട്ടുള്ള ആളുകൾ ഈ സെക്ടറിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇത് ആവശ്യമുണ്ട്.
പക്ഷേ നിലവിലുള്ള ട്രെയിനിങ്സുകളെല്ലാം മെമ്മറി ടെക്നീക്സുകളാണ്. അപ്പൊ ഒരുപാട് മെമ്മറി ടെക്നീക്സുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ട്രെയിനിങ്സുകളാണ്. നമ്മൾ സെയിം സക്സസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, PSC എക്സാമിനേഷൻസ്, IAS എക്സാമിനേഷൻസ്, UPSC എക്സാമിനേഷൻസ്, നെറ്റ് എക്സാമിനേഷൻ, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ തുടങ്ങിയ കോഴ്സുകളെല്ലാം നമ്മൾ അവൈലബിൾ ആണ്. അതാർക്കാണ് വേണ്ടത്? +2 കഴിഞ്ഞ ആളുകൾക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ വേണ്ടി വരും. +2 കഴിഞ്ഞ ആളുകൾ മുതൽ ആളുകൾ PSC എക്സാമിനേഷൻ ട്രൈ ചെയ്യും. 7ാം ക്ലാസ് മുതലുള്ള ആളുകൾക്ക് IAS എക്സാമിനേഷനുള്ള കോച്ചിങ് കൊടുക്കാം. അതേപോലെ തന്നെ പ്രീ എൻട്രൻസ് എക്സാമിനേഷൻ, IIT JEE ഒക്കെ പോലത്തെ കോഴ്സുകളിലേക്ക് ഉള്ള എക്സാമിനേഷൻസ്, ഇതെല്ലാം ട്രെയിനിങ്സുകളും നമുക്ക് കൊടുക്കാൻ കഴിയും. അതെല്ലാം കൊടുക്കാൻ കഴിയുന്നത് വലിയ വാസ്റ്റ് സെഗ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്, അതായത് നമ്മൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ആവശ്യമുള്ള കോഴ്സസ് ആണ് ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ. വർക്കിംഗ് പ്രൊഫഷണൽസ്, ജോലിയുള്ള ആൾക്കാർ, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി ഒരുപാട് ജോലിയുള്ള ആളുകളുടെ ജോലിയിൽ നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പൊ അവരെല്ലാം അപ്ഗ്രേഡ് ചെയ്യണം, പുതിയ സ്കില്ലുകളെല്ലാം വളർത്തി കൊണ്ടുവരണം. പുതിയ സ്കില്ലുകളെല്ലാം വെറുതെ വളരുകയില്ല. നമ്മൾക്ക് പോലത്തെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളാണ് അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ജോലി ചെയ്യുന്ന ആളുകളെ വിട്ടുകളയേണ്ട, അവർക്കും സ്കില്ല് ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അക്കൗണ്ട്സിൽ ഇരിക്കുന്ന ആൾക്ക് അക്കൗണ്ട്സ് വിത്ത് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവശ്യമാണ്. പവർ BI പോലത്തെ ടൂൾസുകൾ, അനലിറ്റിക്സ് ടൂൾസുകൾ, ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ അക്കൗണ്ട്സിന്റെ AI ആവശ്യമാണ്. ടീച്ചർ ആയിക്കോട്ടെ, അവർക്ക് പുതിയ സ്കില്ല് ആവശ്യമാണ്. അവർക്ക് പ്രസന്റേഷൻ സ്കില്ല്, അതേപോലെ തന്നെ PPT ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കില്ല്, ഓൺലൈനിൽ ട്രെയിനിങ് ചെയ്യാനുള്ള സ്കില്ല്, അങ്ങനെ തുടങ്ങിയ വലിയ സ്കിൽസുകൾ, ഈവൻ കണ്ടന്റ് ക്രിയേഷൻ, വീഡിയോ എഡിറ്റിംഗ് അടക്കം ഇപ്പൊ ടീച്ചേഴ്സിന് പഠിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ തുടങ്ങി ബാങ്കിങ് മേഖലകള്, ഏത് മേഖലയിലുള്ള ആളുകൾക്കും പുതിയ ട്രെയിനിങ്സ് ആവശ്യമാണ്. അവരെല്ലാം നമ്മളുടെ കസ്റ്റമേഴ്സ് ആണ്. എന്റർപ്രണേഴ്സ്, സ്മാൾ ബിസിനസ് ഓണേഴ്സ്, വളരെ വലിയൊരു സെക്ടറാണ്. ചെറുകിട ബിസിനസ്സുകാര്, എന്റർപ്രണേഴ്സ്, വൻകിട ബിസിനസ്സുകാര്, MSME ബിസിനസ്സുകാര്, ഇവർക്കൊക്കെ GST പോലത്തെ കോഴ്സുകള്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലത്തെ കോഴ്സുകള്, അതേപോലെ തന്നെ നമ്മളിലുള്ള കോഴ്സുകളാണ് സ്മാൾ ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹോം ബിസിനസ്സുകൾ. അതായത് നമ്മൾക്ക് കൊടുക്കുന്ന എങ്ങനെ ഒരു പപ്പട കമ്പനി മാർക്കറ്റ് ചെയ്യാം, പപ്പട കമ്പനി എങ്ങനെ തുടങ്ങാമെന്നും പ്രൊഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നും ഉള്ള അടക്കമുള്ള ചെറിയ പ്രൊഡക്ട്സുകൾ, സോപ്പ് കമ്പനി, സോപ്പ് മാനുഫാക്ചറിങ്, അത് എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മളെ കോഴ്സുകൾ ഫോക്കസ് ചെയ്യുന്നത്. അതിന് വലിയ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ സ്മാൾ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പ് എങ്ങനെ റൺ ചെയ്യാം, ടെക്സ്റ്റൈൽ ഷോപ്പിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ടെക്സ്റ്റൈൽ ഷോപ്പ് വലുതാക്കാൻ എങ്ങനെ ചെയ്യാം, അങ്ങനെ തുടങ്ങിയ ചെറിയ കോഴ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ അത്തരത്തിലുള്ള എന്റർപ്രണേഴ്സിന്, സ്മാൾ ബിസിനസ് ഓണേഴ്സിന്, അവരൊക്കെ ഒന്നും പഠിക്കാതെയാണ് ഓരോന്ന് തുടങ്ങുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഐസ്ക്രീം പാർലർ തുടങ്ങുന്ന ആള് അയാളുടെ പ്രൈസും പ്ലേസും ഒന്നും നോക്കാതെ എവിടെയെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവില്ല. അപ്പോ നമുക്ക് വാടക കുറഞ്ഞ സ്ഥലം നോക്കി പോയാൽ സക്സസ്ഫുൾ ആവില്ല. അപ്പൊ അതിനൊക്കെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ട്, ഒരു ബിസിനസ് തന്ത്രമുണ്ട്. ഈ ബിസിനസ് തന്ത്രം പഠിച്ചാൽ മാത്രമേ അവർക്ക് ഏത് പൊസിഷനില്, ഏത് ലൊക്കേഷനില്, ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അത് നടത്തേണ്ടത് എന്നുള്ളത്, ഐസ്ക്രീം ആണെന്ന് സ്കൂൾസ് കോളേജുകളുടെ അടുത്ത് എന്നുള്ളത് ഏകദേശം ധാരണ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ധാരണ ഇല്ലാത്ത സെക്ഷനിലും കൂടി നമ്മൾക്ക് ധാരണ ഉണ്ടാക്കി കൊടുക്കാനുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്ന ആശയമായിട്ട് വരുന്ന വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങും. പക്ഷെ അവരോട് പറയാ, നല്ല ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് തുടങ്ങാൻ പറയാ. അവർ നമ്മളുടെ നല്ല വലിയൊരു കസ്റ്റമേഴ്സ് ആണ്. പിന്നെ ആരും തൊടാത്തൊരു മേഖലയാണ് അഗ്രികൾച്ചറിൽ ഒരുപാട് ബിസിനസ് സാധ്യതകളുണ്ട്. ഒരുപാട് ബിസിനസ് സാധ്യതകളും അതുപോലെ തന്നെ പഠനങ്ങളും അതിന് ആവശ്യമുണ്ട്. അതിന്റെ വൃത്തിയായിട്ടുള്ള പഠനം, ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള അഗ്രികൾച്ചർ ബിസിനസ്സുകൾ എങ്ങനെ റൺ ചെയ്യുന്നു, ഓർഗാനിക് ഫാമിംഗ് എങ്ങനെ ചെയ്യുന്നു, അതേപോലെ തന്നെ ഇതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ഓർഗാനിക് പ്രൊഡക്ട്സുകൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം വിദേശ രാജ്യങ്ങളിലേക്ക്, എങ്ങനെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം ഓർഗാനിക് പ്രൊഡക്ട്സിൽ, അതെല്ലാം കവർ ചെയ്യുന്ന
അഗ്രികൾച്ചർ മേഖലയിലുള്ള കംപ്ലീറ്റ് കോഴ്സ് ഇത് എവിടെയും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല, എവിടെയും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പറയാം, ഇത് നിങ്ങൾ വേറെ അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. കേരളത്തിൽ ആരും ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് പ്രൊവൈഡേഴ്സ്. അപ്പൊ ഇത് ഈ മേഖലകളിലുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസ് ആൻഡ് വെൽനസ് പ്രൊഡക്ട്സുകൾ, അതായത് യോഗ, തെറാപ്പി, മെഡിറ്റേഷൻ അടക്കമുള്ള ഫിറ്റ്നസ് കോഴ്സുകൾ, വെൽനസ് കോഴ്സുകൾ, ഡെയിലി ഇപ്പൊ യോഗ കോഴ്സുകളൊക്കെ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിലാണ്. അത് കൃത്യ ടൈമിനുള്ള വീഡിയോസ് അവിടെ റൺ ആവും ലൈവായിട്ട്. ആ ലൈവായിട്ട് റൺ ആവുമ്പോ ഈ യോഗയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ലൈവായിട്ട് മൊബൈലിൽ തുറന്നിട്ട് ഇത് കണ്ടിട്ട് ചെയ്യാവുന്നതാണ്. അത് വർഷങ്ങളോളം ഇത് ഫോളോ ചെയ്ത് പോകാനുള്ള മെത്തേഡാണ്. അപ്പൊ ലൈവായിട്ട് 1 hour 30 minutes യോഗ ക്ലാസ്സസ് എല്ലാ ദിവസവും അവൈലബിൾ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് അതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ യോഗ ക്ലാസ്സുകള്, ഫിറ്റ്നസ് ക്ലാസ്സുകള്, അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കോഴ്സുകള്, യോഗ ടീച്ചേഴ്സ് ആവാനുള്ള കോഴ്സ്, ഫിറ്റ്നസ് ടീച്ചേഴ്സ് ആവാനുള്ള കോഴ്സുകൾ, അതൊക്കെ ഈ ഫിറ്റ്നസ് അല്ലെങ്കിൽ യോഗ ആരൊക്കെയാണ്? എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ആവശ്യമുള്ള കോഴ്സുകളാണ്. അത് ജിമ്മിലൊക്കെ പോയിട്ട് ചെയ്യണമെന്നില്ല, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫിറ്റ്നസ് കോഴ്സുകളൊക്കെയാണ്. അതൊക്കെ അതൊക്കെ ഇപ്പൊ കറന്റ് വലിയ മാർക്കറ്റാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ അതില് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ കുറവാണ്. ആളുകൾ ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റുകളാണ്, പക്ഷെ പല സ്ഥലങ്ങളിലും യൂട്യൂബേഴ്സ് തട്ടിവിടുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട്, ഡെയിലി ആയിട്ട്, വ്യക്തമായിട്ട് പഠിക്കാൻ നമ്മൾ സഹായിക്കും. അത് അങ്ങനത്തെ കോഴ്സുകൾ റൺ ചെയ്യാൻ, അങ്ങനത്തെ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവരിലേക്ക് എത്താൻ പറ്റും. ഹോബീസ്, കൾച്ചർ എന്തൂസിയാസ്, അതായത് സോങ്സ്, മ്യൂസിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിലുണ്ട്. നമ്മൾ ഡാൻസ് കൂടി കൊണ്ടുവരാനുള്ള പരിപാടിയുണ്ട്. പക്ഷെ അതിൽ കുറച്ചും കൂടി വലിയ സ്ക്രീനിൽ ഇത് കാണിക്കാനുള്ള, മൊബൈൽ സ്ക്രീനിൽ അല്ലാതെ വലിയ സ്ക്രീനിൽ ഇത് കാണിക്കാനുള്ള സൗകര്യം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് കാണിച്ചാൽ ടിവിയിലും മറ്റേലും ഒക്കെ നമുക്കിത് റൺ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് ഡാൻസുകളും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ കറന്റ് മ്യൂസിക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സീനിയർ സിറ്റിസൺ, ഞാൻ നേരത്തെ പറഞ്ഞു, വെൽനസ് പ്രൊഡക്ട്സുകൾ, റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ വെൽനസ് കോഴ്സുകളാവാം. അതല്ലെങ്കിൽ അവർക്ക് ചെറിയ ട്യൂഷൻ, ട്രെയിനിങ്, അങ്ങനത്തെ പോലത്തെ ആവാം. അവർക്ക് എന്റർടൈൻമെന്റ് എടുക്കാൻ പറ്റുന്ന കോഴ്സുകളാവാം. ഫോട്ടോഗ്രാഫി പോലത്തെ കോഴ്സുകളാവാം. ഗെയിംസുകൾ പോലത്തെ ഉള്ള കോഴ്സുകളാവാം. അപ്പൊ അവരെയും കൂടി നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ. പിന്നെ NRIs നമ്മളുടെ വലിയൊരു മാർക്കറ്റാണ്. അതായത് ഒരു സ്റ്റുഡന്റിന് ഒരു നമ്മളുടെ ഒരു ട്യൂഷന് 1 hourന് 300 രൂപ മുതൽ 500 രൂപ വരെയാണ് NRIs പ്രൊവൈഡ് ചെയ്യുന്നത്. 1 hourന് 500 രൂപ അല്ലെങ്കിൽ 300 രൂപ, 200 രൂപ. നമ്മളിവിടെ ഒരു മാസത്തിനാണ് 500 രൂപ ഒരു 10ാം ക്ലാസ് ട്യൂഷന് വാങ്ങുന്നത്. അവിടെ 1 മണിക്കൂറിനാണ് വാങ്ങുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു എമൗണ്ട് അവർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോൺ റിസൈഡിങ് ആയിട്ടുള്ള NRIസിന് അവരുടെ സ്റ്റുഡൻസിനെ ട്യൂഷൻ പഠിപ്പിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും കോസ്റ്റ് കുറഞ്ഞ് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അത് കോസ്റ്റ് കുറഞ്ഞ് പഠിപ്പിക്കുന്നത് കൊണ്ട് അവർ വലിയൊരു മാർക്കറ്റാണ്. ട്യൂഷൻ ആണെങ്കിലും എൻട്രൻസ് ആണെങ്കിലും. പിന്നെ അതേപോലെ തന്നെ NRIസിൽ ഈ പറഞ്ഞ എല്ലാം, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആണെങ്കിലും സ്കിൽ ഡെവലപ്മെന്റ് ആണെങ്കിലും എല്ലാ കോഴ്സുകളും അവർക്ക് ആവശ്യമാണ്. അവർക്ക് പൈസ ഒരു പ്രശ്നവുമല്ല. അതുകൊണ്ട് തന്നെ അവിടെ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണ് വെച്ചാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചില NRIs ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ അവിടെയും കൂടി മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ് വെച്ചാൽ അത് വലിയൊരു മാർക്കറ്റാണ്. പൊട്ടൻഷ്യൽ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് യൂട്യൂബേഴ്സ് പോലത്തെ ഉള്ളവർക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, യൂട്യൂബ്, റവന്യൂ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനത്തെ കോഴ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സമയത്തോളമുള്ള കോഴ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ A to Z എല്ലാവരെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകളാണ് ഇതിലുള്ളത്. ആരും വിട്ട് കളഞ്ഞിട്ടില്ല. അഗ്രികൾച്ചർ മേഖലയാണെങ്കിലും, പിന്നെ പെറ്റ്സ് ഉള്ള ആളുകൾക്ക് പെറ്റ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യാന്നുള്ള കോഴ്സുകളുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് സ്വന്തം പെറ്റ്സിനെ ട്രെയിൻ ചെയ്യാനുള്ള ഇത് ചെയ്യാം. അങ്ങനെ തുടങ്ങി പല മേഖലകളിലും നമ്മൾ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. 2500ഓളം കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
അപ്പൊ ഒന്നും വിട്ട് കളഞ്ഞിട്ടില്ല, എല്ലാ മേഖലകളിലും കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കോമ്പറ്റീറ്റീവ് അനാലിസിസ്. ഞാൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കുറച്ച് കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഒരാളും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അഗ്രികൾച്ചർ മേഖലയിൽ നമ്മൾക്ക് കോമ്പറ്റീഷൻ ഇല്ല, വെൽനസ് മേഖലയിൽ കോമ്പറ്റീഷൻ ഇല്ല, അങ്ങനെ പല മേഖലയിലും നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല. പക്ഷെ പല മേഖലയിൽ സ്കിൽ ഡെവലപ്മെന്റ് ആണെച്ചാലും അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ, അതിൽ മേഖലയിലൊക്കെ വളരെയധികം കോമ്പറ്റീഷൻ ഉണ്ട്. സ്കിൽ ഡെവലപ്മെന്റില് PSC UPSC പോലത്തെ ട്രെയിനിങ്, അതിലൊക്കെ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ ഉള്ള കോഴ്സുകളും ഉണ്ട്, കോമ്പറ്റീഷൻ വളരെ കുറഞ്ഞ കോഴ്സസും ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കുറച്ച് കുറച്ച് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ആണ്. അവരെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. ആ ഐഡിയയിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് എൻട്രി എന്ന ആപ്ലിക്കേഷൻ മുഹമ്മദ് ഇസാമുദ്ദീൻ എന്നൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ കീഴിൽ 140ഓളം ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് എൻട്രി എന്ന ആപ്ലിക്കേഷൻ. ഒരു ഇന്ത്യൻ എഡ്യൂടെക് പ്ലാറ്റ്ഫോം ആണ്. 140 മുതൽ 500 പേര് ഉണ്ടാവും എന്നാണ് ഏകദേശം ഗൂഗിൾ പറയുന്നത്. അപ്പൊ അത് അത് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ അത്രയും പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അത് തുടങ്ങിയത് മലയാളത്തിലാണ്, കൊച്ചിയിലാണ്. അപ്പോ അത് മലയാളികൾക്കിടയിൽ അത് പെട്ടെന്ന് പ്രചരിച്ചത് അവരുടെ മാർക്കറ്റിംഗ് ട്രിക്ക് എന്തായിരുന്നു എന്നറിയോ? എന്തായിരുന്നു എൻട്രി ഉപയോഗിച്ച മാർക്കറ്റിംഗ് ട്രിക്ക്? എൻട്രി ഉപയോഗിച്ച മാർക്കറ്റിംഗ് ട്രിക്കിന്റെ പേരാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അവർ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലൂടെയും ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെയാണ് ഗ്രോ ചെയ്തത്. അപ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്താണെന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും എന്നുള്ളത് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സെഷൻസ് വരുമ്പോൾ പറഞ്ഞു തരും. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കുക, ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്തിട്ടും ഡിജിറ്റലി മാർക്കറ്റ് ചെയ്തിട്ടും, അല്ലാതെ TV ആഡ്സ് ഒന്നും അല്ല, ഡിജിറ്റലി ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പോലത്തെ ആഡുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഗ്രോ ചെയ്തിരിക്കുന്നത്. പിന്നെ അവരെ കുറിച്ച് നല്ല റിവ്യൂസ് ആണ് ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ റോങ് റിവ്യൂസും മോശം റിവ്യൂസും ഉണ്ട്. അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളിലൊക്കെ മോശം റിവ്യൂസുകളും അവൈലബിൾ ആണ്. നല്ല റിവ്യൂസിനെ പോലെ തന്നെ മോശം റിവ്യൂസും ഉണ്ട്. അപ്പൊ അവര് മലയാളം, അല്ലെങ്കിൽ മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകളിലാണ് മെയിൻ ആയിട്ടുള്ളത്. എസ്പെഷ്യലി മലയാളം ലാംഗ്വേജിലാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അവരുടെ, ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അവരുടെ ഞാനൊന്ന് ഇന്റർനെറ്റിൽ നിന്ന് ബ്രൗസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കുറച്ച് കാര്യങ്ങൾ. എൻട്രി ആപ്ലിക്കേഷൻ റിവ്യൂസ് നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ, ഇത് എൻട്രി ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. എൻട്രി സോഫ്റ്റ്വെയർ റിവ്യൂസ്, അതായത് എംപ്ലോയീസിന്റെ റിവ്യൂസ് ആണ്. നമുക്ക് എൻട്രി ആപ്പ് റിവ്യൂസ് കിട്ടണമെങ്കിൽ പ്ലേ സ്റ്റോറിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ആപ്പ് റിവ്യൂസ് നോക്കാം. റിവ്യൂസ് ആണ് നമുക്ക് നോക്കാനുള്ള. എൻട്രി TRI എന്നല്ല, TRI. സോ ഇവര് 10 മില്യൺ ഡൗൺലോഡ്സ് ആണ്. അപ്പൊ നമുക്ക് തുടങ്ങിയ ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ, ഒരു 5-8 വർഷം 10 വർഷത്തിന്റെ ഉള്ളില് 10 മില്യൺ ഡൗൺലോഡ്സ് വന്നിട്ടുള്ള ഒരു ആപ്പാണ് എൻട്രി. ഇതിന്റെ റിവ്യൂസ് 4.8 റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ റിവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പെയ്ഡ് റിവ്യൂസ് ആണ്. നന്ദകുമാർ CM 2025 ഗെയിം ചേഞ്ചർ ഫോർ മീ 5/5. ഗെയിം ചേഞ്ചർ ഫോർ ലേണിംഗ് ജേർണി, ഇതൊക്കെ പെയ്ഡ് റിവ്യൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂസ് എഴുതുമ്പോൾ അത് ഒരേ റിവ്യൂസ്, സെക്യൂരിറ്റി അസിസ്റ്റന്റ് കോഴ്സ്, അവർക്ക് വന്നിരിക്കുന്ന റിവ്യൂസിൽ പ്രധാനമായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് UGC PSC കോച്ചിങ്ങിന്റെ റിവ്യൂസ് ആണ് കൂടുതലായിട്ടും നല്ല റിവ്യൂസ് വന്നിരിക്കുന്നത്. സ്കിൽ ഡെവലപ്മെന്റിലൊക്കെ അവർക്ക് നെഗറ്റീവ് റിവ്യൂസ് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ
see all reviews. So ഞാൻ നെഗറ്റീവ് റിവ്യൂസ് ഒന്ന് നോക്കാം. നെഗറ്റീവ് റിവ്യൂസ്, ക്ലാസ്സസ് ആർ റിയലി ഗുഡ്, റിയലി ഗുഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു, എന്നിട്ട് നെഗറ്റീവ് കൊടുത്തിരിക്കുന്നു. അതൊന്നും അല്ല പ്രശ്നം. മോസ്റ്റ് റെലവെന്റ് ന്യൂയസ്റ്റ് കൊടുക്കാം. സോ ബെസ്റ്റ് ക്ലാസ് ഫോർ BSc. സോ ഇതൊക്കെ ഡോണ്ട് ഗോ ഫോർ ദിസ് ഷെയർ ട്രേഡിംഗ് കോഴ്സ്, ടോട്ടൽ വേസ്റ്റ് ഓഫ് മണി. സോ കുറെ കോഴ്സസ് നെഗറ്റീവ്സ് ഉണ്ട്. ആൻഡ് ഗൈഡ് ലൈൻ സജസ്റ്റഡ് വിൽ നോട്ട് റീഫണ്ട്, the suggested will not be refunded. EMI discounted course, their inform representative Mr. Adira regarding my course, even though attending the course each month 5 month deducted. അത് അവരുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു കോഴ്സാണ്. ആപ്പിനെ കുറിച്ചുള്ള 2025 റിവ്യൂസ് ആണ് ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത്. പെയ്ഡ് റിവ്യൂസ് ആവണമെന്നില്ല. ഇപ്പോൾ 2025 റിവ്യൂസ് മാത്രം എടുത്തിരിക്കുന്നതാണ്. ഡെഫിനിഷനലി ഗീവ് റേറ്റിംഗ് ലെസ് ദാൻ 1 because making full don't purchase their course instead of you can watch. അതായത് അവരെ മൊബൈൽ ആപ്പ് വഴി അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നതിന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ മാത്രമല്ല, നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്പ് കൂടി അവൈലബിൾ ആണ്. അപ്പൊ ഡെസ്ക്ടോപ്പ് ആപ്പിൽ ഉപയോഗിച്ച് നമുക്ക് വലിയ സ്ക്രീനിൽ കാണാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ ചെറിയ സ്ക്രീനിൽ മാത്രമല്ല, മൊബൈൽ ആപ്പ് ചെറിയ സ്ക്രീനാണ്, അതിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെ കുറിച്ചല്ലാതെ വലിയ സ്ക്രീനിൽ കാണാനുള്ള സംവിധാനം ഒരുക്കിയിട്ടാണ് നമ്മൾ ഇതിനെ ടാക്കിൾ ചെയ്യുന്നത്. അപ്ലിക്കേഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ടാബ്ലറ്റ്. അതന്നെ, അത് വലിയൊരു റിവ്യൂ ആണ്. അവരുടെ അപ്ലിക്കേഷൻ ഒക്കെ മൊബൈൽ ഫോണിലാണ് അവൈലബിൾ ആണെന്നുള്ളത് അതൊരു നെഗറ്റീവ് ആണ്, നെഗറ്റീവ് റിമാർക്ക് ആണ്. അപ്പോ അത് നമ്മൾ ടാക്കിൾ ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ഫോണിലും ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലും നമ്മളിത് കാണാൻ പറ്റുന്ന സംവിധാനം വെക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എല്ലാം പറ്റും. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് നെഗറ്റീവ് റിവ്യൂസ് ഇട്ടേക്കാം. അപ്പോ അതൊന്ന് PSC കോച്ചിങ് പ്ലാറ്റ്ഫോം ഈസ് വെരി മിസ്ലീഡിങ്. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് റിട്ടൺ എക്സാമിനേഷൻ ഫേക്ക് പ്രോമിസസ്. PSCന്റെ കാര്യത്തിലൊക്കെ നെഗറ്റീവ് റിവ്യൂ വന്നേക്കാം, കാരണം എല്ലാവരെയും പാസ്സാക്കാനൊന്നും ആർക്കും കഴിയില്ല. സോ ഇവിടെ ഞാൻ കണ്ടിരിക്കുന്ന നെഗറ്റീവ് റിവ്യൂസിൽ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് റിവ്യൂ ഞാൻ പറഞ്ഞാൽ അവരുടെ PSCയെ കുറിച്ചല്ല. PSCയിൽ അവർക്ക് പോസിറ്റീവ് റിവ്യൂ ഉണ്ട്. നെഗറ്റീവ് റിവ്യൂ വന്നിരിക്കുന്നത് അവരുടെ സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. അത് ഞാനിവിടെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കിൽ ഡെവലപ്മെന്റിന്റെ കോഴ്സുകളിലാണ് അവർക്ക് നെഗറ്റീവ് റിവ്യൂ വന്നിരിക്കുന്നത്. കാരണം അത് അവര് മെച്ചപ്പെട്ട ഒരു സേവനം കൊടുക്കുന്നില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ എൻട്രീനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ വളരെ ഈസിയാണ്. PSC മേഖലകളിൽ എൻട്രീനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻട്രീന്റെ ആപ്പ് മൊബൈൽ ഫോണിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മളെ ആപ്പ് ഡെസ്ക്ടോപ്പിലും കിട്ടും. ഡെസ്ക്ടോപ്പിൽ കിട്ടുന്നതുകൊണ്ട് വലിയ സ്ക്രീനിൽ ഇരുന്നിട്ട് ആളുകൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ വലിയ സ്ക്രീനിൽ ഇരുന്ന് പഠിക്കുന്നത് മുഖാന്തരം ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ സെയിം ഫീസോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഫീസിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആളുകളെ അറിയിക്കാവുന്നതാണ്. എന്നിരുന്നാലും നമുക്ക് നല്ലൊരു കോമ്പറ്റീറ്റർ ആണ്, നല്ലൊരു കമ്പനിയാണ് എൻട്രി. നമുക്ക് ബഹുമാനിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അപ്പോ ഓഫൺ അവരെ ട്രാക്കിൽ ചെയ്യാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു. അവരുടെ ആപ്പുകളിൽ വന്നിരിക്കുന്ന പ്രധാന നെഗറ്റീവ് റിവ്യൂ മൊബൈൽ ഫോണിലാണ് എന്നുള്ളതാണ്. അപ്പോൾ മൊബൈൽ ഫോണിൽ അവർക്ക് ക്ലാസ്സുകൾ കാണാൻ കേൾക്കാനും സൂം ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ളത് നെഗറ്റീവ് റിവ്യൂ ആണ്. അത് നമ്മൾ ടാക്കിൾ ചെയ്ത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ അവൈലബിൾ ആണ്. ഇനി അവരും ഡെസ്ക്ടോപ്പിലേക്ക് വരികയാണെന്ന് വെച്ചാൽ നമ്മൾ ടെലിവിഷനിലേക്ക് മൂവ് ചെയ്യും. അത് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ സോ നമ്മൾ അവരെ ടാക്കിൾ ചെയ്യുകയാണ്. പിന്നെ എസ്പെഷ്യലി ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, PSC അല്ലെങ്കിൽ UPSC എക്സാമിനേഷന് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്കും വാഗ്ദാനങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരെയും നമുക്ക് PSC എത്തിക്കാനൊന്നും അത് അവർക്കും അറിയാം, നമുക്കും അറിയാം. അപ്പോ അത് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്തായാലും PSC കിട്ടും ഈ ആപ്പ് ഉപയോഗിച്ചാൽ എന്ന് പറയണ്ട. നിങ്ങൾക്ക് അതിനുള്ള സ്റ്റഡി പാറ്റേണും കാര്യങ്ങളും, ഡെയിലി സ്റ്റഡി ചെയ്യാനുള്ള കാര്യങ്ങൾ, ഡെയിലി കാണാനുള്ള വീഡിയോ, ഡെയിലി നമ്മളെ വിളിക്കാൻ ഒരാളും ഉണ്ടാവും. അയാൾ വിളിച്ച് ചോദിക്കും നിങ്ങൾ കണ്ടോ കണ്ടില്ലേ എന്നുള്ളത്, ഫോളോ അപ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊന്നും എവിടെ ഇല്ല, എല്ലായിടത്തും വിളിച്ചു ചോദിക്കൊന്നുമില്ല. അപ്പോ നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
സ്റ്റിൽ നമുക്ക് 100% ഒന്നും ആർക്കും വാഗ്ദാനം കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ സ്കിൽ ഡെവലപ്മെന്റിൽ അവരുടെ കുറച്ച് റിവ്യൂസ് ഞാൻ ഇങ്ങനെ കാണിച്ചു നോക്കാം. Don't join. I am not paid reviewer. Indian Shala is much better. Entry elevate seems classes very bad. Entry elevate എന്ന് പറയുന്ന ഒരു കോഡിംഗ് കോഴ്സുകളാണ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് കോഴ്സുകളാണ്. കോഡിംഗ് കോഴ്സുകളുടെ ക്ലാസ്സുകൾ മോശമാണെന്നുള്ള റിവ്യൂസ് ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഈ 85,000 റിവ്യൂസിൽ കുറച്ച് റിവ്യൂസ് മാത്രം എടുത്തിട്ട് അവരെ കുറച്ച് കാണിക്കുകയല്ല, അവര് നല്ല കമ്പനിയാണ്, അവരെ ബഹുമാനത്തോടെ തന്നെ കാണിക്കുകയാണ്. പക്ഷെ നമ്മളെ സമയത്തോളം നമുക്ക് അവളെ ടാക്കിൾ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയണം അവരുടെ നെഗറ്റീവ് എന്താണെന്ന്. അവരുടെ പ്രധാന നെഗറ്റീവ് ഞാൻ ഒന്ന് പറഞ്ഞു, മൊബൈൽ ഫോണിൽ മാത്രമുള്ളതാണെന്നുള്ളത്. അത് നമ്മളടുത്ത് വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ അവരുടെ നെഗറ്റീവ് റിവ്യൂ അവരുടെ കോഡിംഗ് കോഴ്സുകൾ, അതേമാതിരി തന്നെ അവര് നടത്തുന്ന സ്റ്റോക്ക് മാർക്കറ്റിന്റെ കോഴ്സുകൾ, ഇതിലൊന്നും നല്ല റിവ്യൂസ് അവർക്കില്ല. അവരുടെ PSC UPSC പോലത്തെ എക്സാമിനേഷനിലാണ് അവരുടെ സ്ട്രോങ് പോയിന്റ്. അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് നമുക്ക് അവരുടെ ഡെസ്ക്ടോപ്പ് വെർഷൻ കൂടി ഉണ്ടെന്നുള്ളത് വെച്ചിട്ടാണ്. സെയിം കോഴ്സ്, സെയിം മെറ്റീരിയൽസ്, സെയിം ക്വാളിറ്റി, ബട്ട് വി ആർ ഡിഫറെന്റ്. നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് നിങ്ങൾക്ക് അവരെ മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. അവോധ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഇപ്പൊ ഏറ്റവും ലോ കോസ്റ്റിൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 2000-2500 രൂപയ്ക്കൊക്കെയാണ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടോട്ടലി അവര് ഒരുപാട് കാലത്തോളം കൊച്ചിയില് ഒരു 10-20 വർഷത്തോളം ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് പ്രായമുള്ള ഒരു എഡ്യൂടെക് കമ്പനിയാണ്. അപ്പോ അത് ജോസഫ് ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള CEO ആണ് അത് ലീഡ് ചെയ്യുന്നത്. എഡ്യൂടെക് മേഖലയിൽ അവര് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മലയാളത്തിലുള്ള കണ്ടന്റ്സുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവോധ ടോട്ടലി ഒരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് അല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരിൽ നിന്ന് പഠിച്ചിട്ട് ഒരാൾക്കും നല്ലൊരു ജോബിലേക്ക് എത്തണമെങ്കിൽ നല്ല സെൽഫ് സ്റ്റഡി, മോട്ടിവേഷനും കാര്യങ്ങളും വേണം. പിന്നെ അവർ കൊടുക്കുന്ന ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ലേ ശരിക്കും കമ്പനി രജിസ്ട്രേഡ് പോലും അല്ല. ഏതൊക്കെയോ കമ്പനികളുടെ രജിസ്ട്രേഷൻ. അവോധനെ ടാക്കിൾ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. എന്താണ് കാരണം? അവോധന്റെ ക്വാളിറ്റി. കോഴ്സിന്റെ പ്രൈസ് ഏറ്റവും കുറവാണ്, പക്ഷെ ക്വാളിറ്റി അതിലും കുറവാണ്. ഒരാള് 3 മാസം സമയം ചെലവാക്കുമ്പോൾ ആ 3 മാസ സമയത്തിന് ഒരു വിലയുണ്ടല്ലോ. 3 മാസ സമയത്തിന് ഒരു വില നമ്മൾ എന്തായാലും കണക്കാക്കണമല്ലോ. ഈ 3 മാസത്തിന് ചെലവാക്കുന്ന ഈ സമയം അവർക്ക് വേസ്റ്റ് ആണ് എന്ന് ആളുകളെ പറഞ്ഞ് ധരിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവോധ കോഴ്സുകളൊക്കെ, അതല്ലെങ്കിൽ അവോധ കോഴ്സിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞാൽ പോലും അവോധനെ നമുക്ക് ടാക്കിൾ ചെയ്യാം. അവോധ ഒരുപാട് ഗ്രോ ചെയ്ത ഒരു കമ്പനിയാണ്. നല്ല ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം മാർക്കറ്റിംഗ് സ്റ്റഡി എന്ന നിലയിൽ നമുക്ക് ഈ കമ്പനികളെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ അവരെ നെഗറ്റീവ് പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നെഗറ്റീവ് പറയുന്നത് ഒരു ഇതല്ല. അപ്പോ അവോധ കോഴ്സുകൾ നമുക്ക് ടാക്കിൾ ചെയ്യുകയാണെങ്കിൽ അവർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യട്ടെ, നമ്മൾ അതിനേക്കാൾ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ക്വാളിറ്റി മേഖലയിൽ അവർക്ക് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ടാക്കിൾ ചെയ്യാം. പിന്നെ കോമൺ ആയിട്ടുള്ള എൻട്രിയിൽ പറഞ്ഞ നെഗറ്റീവ് തന്നെയാണ്, അവരുടെ മൊബൈൽ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് വരുന്നത്, ഡെസ്ക്ടോപ്പിലല്ല. അത് നമുക്ക് ടാക്കിൾ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അവോധന്റെ കോഴ്സിൽ യൂട്യൂബിൽ ജസ്റ്റ് അവോധ റിവ്യൂസ് കോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ അവോധ ഈസ് കംപ്ലീറ്റ് സ്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗ്രാബ് മണി ഫ്രം ടു ഗീവ് കോഴ്സസ് കണ്ടന്റ് സ്റ്റോളൻ പറഞ്ഞ അതർ കമ്പനീസിന് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് ആ കമ്പനീന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ റീയൂസ് അല്ല, എഡിറ്റ് അല്ല, അതുപോലെ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാം. അത് സ്കാം ഒന്നുമല്ല. പക്ഷെ അവോധന്റെ ക്വാളിറ്റി, അവോധ ഉഡായിപ്പ്, അങ്ങനെ കുറെ നെഗറ്റീവ്സ് റിവ്യൂസ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വളരെ ഈസി ആയിട്ട് കണ്ടെത്താവുന്നതാണ്. ഞാൻ സെർച്ച് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് അവോധ റിവ്യൂസ് കോഴ്സസ് എന്ന് പറഞ്ഞ ഗൂഗിൾ റിവ്യൂസിന്റെ ഒരു ഇത് വെച്ചിട്ടാണ്. ഇതൊന്നും പെയ്ഡ് റിവ്യൂസ് അല്ല.
85,000 റിവ്യൂസ് വരണമെങ്കിൽ അത് എല്ലാരെ കൊണ്ടും ചെയ്യിപ്പിക്കണതാണ്. അപ്പൊ നമുക്കും കോഴ്സ് ജോയിൻ ചെയ്ത എല്ലാരെ കൊണ്ടും സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ റിവ്യൂസ് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടും. പക്ഷെ ഇതൊക്കെ വന്നിരിക്കുന്ന ജെനുവിൻ റിവ്യൂസ് ആണ്. ഈ കോറയിലും കാര്യങ്ങളിലും ഒക്കെ വലിയ ജെനുവിൻ റിവ്യൂസ് ആണ്. അപ്പൊ ജെനുവിൻ റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അവോധനെ ടാക്കിൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അവോധ ഒരു ഓൺലൈൻ പ്രൊവൈഡർ ആണ്. മനോരമ ഹൊറൈസൺ നന്നായിട്ട് ഗ്രോ ചെയ്ത് വരുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നല്ല മലയാള മനോരമയുടെ ഒരു സപ്പോർട്ട് കൂടി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ ഇതിനെ ടാക്കിൾ ചെയ്യാനും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ടെക്നോളജി, നമ്മളൊരു IT കമ്പനിയാണ്, സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അപ്പൊ നമ്മൾ ടെക്നോളജിക്കൽ അഡ്വാൻസസ്, ഗെയിമിഫിക്കേഷൻ, അതായത് IT ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ നമ്മളുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ക്രെഡ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഗെയിമുകളൊക്കെ വരും. ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന സമയത്ത് ചില ഗെയിമുകളൊക്കെ കാണാൻ കഴിയും. ഇതേമാതിരി തന്നെ ഗെയിമിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആപ്പാണ് നമ്മളുടേത്. അപ്പൊ കുറച്ച് രസകരമായിട്ടുള്ള പഠിക്കാനും, അതേപോലെ തന്നെ പഠിക്കുമ്പോൾ സമയത്ത് റീൽസ്, അതേപോലെ തന്നെ ഞാൻ കൂടുതലായിട്ട് ആപ്പിനെ കുറിച്ച് പറയുമ്പോൾ മനോരമ ഹൊറൈസനേക്കാൾ നമ്മൾ എന്തുകൊണ്ട് ഗ്രോ ചെയ്യും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മനോരമ ഹൊറൈസനെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂസ് കാണാൻ കഴിയില്ല. കാരണം ക്വാളിറ്റി കണ്ടന്റ്സും കുറഞ്ഞ ആളുകളെയും ആണ് അവർ പഠിപ്പിക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് പഠിപ്പിക്കാൻ നോക്കുന്നില്ല. പിന്നെ ഫ്രീ കോഴ്സസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമൊക്കെ വളരെ നല്ല മാർക്കറ്റിംഗ് തന്ത്രമാണ്. പിന്നെ അവർക്ക് മനോരമയുടെ നല്ലൊരു സപ്പോർട്ടും ഉണ്ട്. അപ്പൊ അവരെ ടാക്കിൾ ചെയ്യേണ്ടത് നമ്മളുടെ ക്വാളിറ്റി കണ്ടന്റ്, നമ്മളുടെ ക്വാളിറ്റി ആപ്പ്, നമ്മളുടെ ഗെയിമിഫിക്കേഷൻ പോലത്തുള്ള പുതിയ ജനറേഷൻ ഐഡിയകൾ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ എസ്പെഷ്യലി ഫീയും അവര് 35 വാങ്ങുന്നിടത്ത് നമ്മൾ 15 16 18 ഒക്കെയാണ് വാങ്ങുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെ കമ്പൽസറി ഇന്റേൺഷിപ്പ്, അത് ഞാൻ പറഞ്ഞു തരാം. നമ്മളുടെ ഇവാലുവേഷൻ ആണ്. സോ നമ്മൾക്ക് നമ്മളെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഞാൻ 1-2-3 കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നിങ്ങളുടെ പ്ലാൻ പ്രകാരം നിങ്ങളുടെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളെ കുറിച്ച് സന്ദർശിച്ച് അവരെ കുറിച്ചുള്ള റിവ്യൂസുകളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവരെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ലോക്കൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ട് ഞങ്ങളെ കൂടി അറിയിക്കുക അവരിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു 1-to-1 മീറ്റിംഗ് ഇട്ടിട്ട് നമുക്ക് പരിശോധിക്കാം അവര് എന്തൊക്കെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്, എന്തൊക്കെ രീതിയിലാണ് അവർ ചെയ്യുന്നത്. അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ അവരെ ടാക്കിൾ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്കൊരു ചെറിയൊരു കഥ കൂടി പറഞ്ഞുതരാം. പല പല ബിസിനസ്സുകളും കോമ്പറ്റീറ്റേഴ്സിനെയാണ് കൂടുതൽ പഠിക്കാറുള്ളത്. അവരെ ബിസിനസ്സിനെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ കോമ്പറ്റീറ്റേഴ്സിനെ പഠിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്നാമത്തെ കാര്യം, ഫോളോ ദ ലീഡർ. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളെ അതുപോലെ ഫോളോ ചെയ്താൽ നമ്മളും നന്നായിട്ട് പെർഫോം ചെയ്യും. രണ്ടാമത്തെ കാര്യം, കോമ്പറ്റീറ്റേഴ്സിന് നെഗറ്റീവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നെഗറ്റീവ്സ് നമ്മളിൽ വരാതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറും. ഇത് രണ്ട് കാര്യങ്ങളാണ്. കട്ടയ്ക്ക് നിൽക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നെഗറ്റീവ്സ് റിവ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നോക്കാം, നമ്മളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നോക്കാം. നമ്മളെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് യുണീക്ക് ഇ ലേണിംഗ് ആപ്ലിക്കേഷൻ. ഇ ലേണിംഗ് മേഖലയിൽ എന്റർടൈൻമെന്റ്, ഇൻഫോർടൈൻമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളുടെ. ഇൻഫോർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീൽസിലൂടെയും കഥകളിലൂടെയും ഒക്കെ പഠിപ്പിക്കുക എന്നുള്ള ഒരു പുതിയ രീതിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആ തീമിൽ കൊണ്ടുവന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ലോകത്ത് വളരെ വിരളമാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് റീൽസ്, ഷോർട്സ് വീഡിയോസ്, ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ക്രെഡിലൊക്കെ ജസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, ക്രെഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതില് ക്യാഷ് ബാക്കിന്റെ ഒരു ഗെയിം ഉണ്ട്. അങ്ങനത്തെ ചെറിയ ഗെയിംസുകള്, അത് മെയിൻ ആയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസർ ചെയ്യുന്നവർക്ക് ലാബില്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മളുടേത്. 2300 അടുത്ത് കോഴ്സസ് ഉണ്ട്. 2000 ട്രെൻഡിങ് കോഴ്സസ് അവൈലബിൾ ആണ്. നമ്മളുടെ ടീം സ്കിൽഡ് ആണ്.
അതേപോലെ തന്നെ നമ്മൾ ട്രെയിനേഴ്സ് കൊണ്ടുവരുന്നവർക്ക് നമ്മൾ ആദ്യം നല്ല ഒരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ള മേഖലയിൽ നല്ലൊരു ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ട് 30 ദിവസത്തിന്റെ 5 മണിക്കൂർ 4 മണിക്കൂർ വെച്ചുള്ള ട്രെയിനിങ്സ് കൊടുത്തിട്ടാണ് അവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് പഠിപ്പിക്കാനുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിൽഡ് ആണ് അവർക്ക് പഠിപ്പിക്കാൻ അറിയാം, പക്ഷെ ഓൺലൈനായിട്ട് പഠിപ്പിക്കാനും കൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് ടെക്നോളജി, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലത്തുള്ള ടെക്നോളജികളൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളുടെ അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പൊ മലയാളം ഭാഷയിൽ മാത്രമാണ് നമ്മൾ വരുന്നത്, ബാക്കിയുള്ള ഭാഷകളിലേക്ക് ലോഞ്ച് ചെയ്യും ഉടൻ തന്നെ. അപ്പോൾ അടുത്ത വർഷം നമ്മൾ തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ ലോഞ്ച് ചെയ്യും. പിന്നെ അതിനുശേഷം ഹിന്ദി ഭാഷയിലേക്കും ലോഞ്ച് ചെയ്യും. അപ്പോൾ മലയാളത്തില് നമ്മളുടെ അഡ്വാൻസ്ഡ് ടെക്നോളജി, നമ്മളുടെ യുണീക്നെസ്, നമ്മളുടെ സ്കിൽഡ് പ്രൊഫഷണൽസ്, ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ അഡ്വാൻറ്റേജ് ആണ്. വീക്ക്നെസ്, നമ്മൾ ന്യൂ ടു ദ മാർക്കറ്റ് ആണ്, പുതിയ ആളാണ്, പുതിയ കമ്പനിയാണ്. നമ്മളെ പറ്റി എത്ര പറഞ്ഞാലും ജനങ്ങൾ നമ്മളെ പറ്റി പറയണം. അപ്പൊ ജനങ്ങൾ നമ്മളെ പറ്റി പറയാൻ നമുക്ക് സമയം വേണം. അപ്പൊ നമ്മള് പുതിയ കമ്പനിയാണ്, എന്തൊക്കെ ടെക്നോളജി എടുത്ത് വന്നാലും ജനങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. ആ അഭിപ്രായം നമ്മൾ കാക്കണം. അപ്പൊ നമ്മള് എന്താ ഇതിന് വേണ്ടത്? നിങ്ങൾ എല്ലാവരെയും കേൾക്കുക, നമ്മളെ കോഴ്സ് പഠിച്ചവരുടെ ഫീഡ്ബാക്ക് കേൾക്കുക, ആ ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കുക, അറിയിച്ചതിന് ശേഷം നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ അത് നമ്മൾ ന്യൂ ടു ദ മാർക്കറ്റ് ആണ്. റിവ്യൂസ് നമ്മൾ കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ലാക്ക് ഓഫ് റിവ്യൂസ് ഒക്കെ കുറവാണ്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും റിവ്യൂസ് കുറവാണ്. ഫിനാൻഷ്യൽ ഇഷ്യൂസ്, നമ്മളെ സമയത്തോളം വലിയൊരു ഹ്യൂജ് ഫണ്ടിങ് ഇറക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ചെറുതായിട്ട് മെല്ലെ പതിയെ ഗ്രോ ചെയ്യാനുള്ള മെത്തേഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ കൊളാബറേഷൻ ആണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ളത്. ടീച്ചേഴ്സുമായിട്ടുള്ള കൊളാബറേഷൻസ്, റവന്യൂ ഷെയറിങ്, അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്കും പറയാം, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങള് നെഗറ്റീവ്സുകൾ നമുക്കുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മളുടെ നെഗറ്റീവ്സ് ആണ്. അതെല്ലാം നമ്മൾ ടാക്കിൾ ചെയ്യണം. അതെല്ലാം നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കണം. ഓപ്പർച്യൂണിറ്റീസ്, ഒന്നാമത്തെ കാര്യം ലോക്കലൈസ്ഡ് കണ്ടന്റ്സ്. അതായത് നമ്മളെ ഭാഷകളിൽ 3 കോടി ജനങ്ങളുണ്ട് മലയാളത്തില്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ 160 കോടി ജനങ്ങൾക്ക് മുകളിലുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു മാർക്കറ്റ് നമ്മളുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. അപ്പൊ അത് ലോക്കലൈസ്ഡ് കണ്ടന്റ്സിലൂടെ നമുക്ക് ഗ്രോ ചെയ്യാം. ഇംഗ്ലീഷ് അല്ലാത്ത മറ്റുള്ള ലാംഗ്വേജസിലൂടെ ഗ്രോ ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് നമ്മളുടെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. രണ്ടാമത്തെ കാര്യം ഗെയിമിഫിക്കേഷൻ ആൻഡ് മൈക്രോ ക്രെഡൻഷ്യൽസ്. ഗെയിമിഫിക്കേഷൻ നമ്മളുടെ ആപ്ലിക്കേഷൻസിൽ ഉണ്ടെന്നുള്ളത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ കമ്മ്യൂണിറ്റി, അത് വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾക്ക് ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ആളെ കണ്ടാലും അവരോട് പറയാം, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോളൂ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കണ്ടന്റ്സ് കിട്ടും, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, ജോബിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കോഴ്സ് എടുത്തു, പൈത്തൺ ഡെവലപ്മെന്റ്, അതല്ലെങ്കിൽ ഒറാക്കിൾ, അല്ലെങ്കിൽ സാപ്പ്. ഈ കോഴ്സിൽ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്യും. ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പഠിപ്പിച്ചവരും നമ്മളെടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവർ പഠിപ്പിച്ചവർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവരുടെ എല്ലാവരുടെയും സംശയങ്ങൾ നമ്മൾ നിവാരണം ചെയ്യും. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കൊടുക്കും. ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്ക് ജോബ്സുകൾ വന്നു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും അറിയിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഡെവലപ്മെന്റ് അത് ആരും ചെയ്യുന്നില്ല. അവർ സ്വന്തം പഠിപ്പിക്കുന്നവരെ മാത്രമേ നോക്കുന്നുള്ളൂ, മറ്റുള്ളവരെ നോക്കുന്നില്ല. അപ്പൊ മറ്റുള്ള സ്ഥലത്ത് പഠിക്കുന്ന ആൾക്കാരെ കണ്ടാലും നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോളൂ, നിങ്ങൾക്ക് ജോബിന്റെ കാര്യത്തിലൊക്കെ ഹെൽപ്പ് ഞങ്ങളുടെ കമ്പനി തരും. അതിന് ഒരു മാർക്കറ്റിംഗും ഇല്ല. വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ സന്തോഷത്തോടുകൂടി അവരെ നമ്മളുടെ അക്കൗണ്ട് ഇതിലേക്ക് കൊണ്ടുവരും. അതിന് ഒരു മാർക്കറ്റിംഗ് തന്ത്രവും നമ്മൾ പ്രയോഗിക്കുന്നില്ല. കാരണം നമ്മളുടെ ലക്ഷ്യം എല്ലാവരെയും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇതിന്റെ ഫസ്റ്റ് ബാച്ചിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ ആഗ്രഹം. അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്യും. ഒരു നെഗറ്റീവ് റിമാർക്കും ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓപ്പർച്യൂണിറ്റി ആണ്. എല്ലാ കാര്യങ്ങളും ഓൺലൈനിലേക്ക് മാറുകയാണ്.
മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AR VR, ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി, ഇതൊക്കെ വരുന്നതോടുകൂടി ടീച്ചിങ് മേഖലയിലെ ഒരുപാട് സാധ്യതകൾ ഓൺലൈനിലേക്ക് തന്നെ വരും. അപ്പോൾ ഓൺലൈൻ മേഖല ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മളുടെ ഓപ്പർച്യൂണിറ്റി ആണ്. എന്തൊക്കെ നമ്മളുടെ പ്രശ്നങ്ങൾ, ത്രെഡ്സ് നമുക്ക് അനുഭവിക്കാൻ? ഇന്റൻസ് കോമ്പറ്റീഷൻ. എഡ്യൂടെക് മേഖല ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള മേഖലയാണ്. ലോക്കലായിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ട്, ഗ്ലോബൽ ആയിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ട്, ഓൾ ഓവർ കേരള ചെയ്യുന്ന ബ്രാൻഡുകൾ ഉണ്ട്, ഓൾ ഓവർ വേൾഡ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും കോമ്പറ്റീഷൻ നമ്മളുടെ മുകളിലുണ്ട്. പ്രൈസിങ് 1000 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ് വേറൊരാൾ വരും. 500 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ 200 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ വേറൊരാൾ വരും. അതാണ് പ്രൈസിങ്ങില് പ്രഷർ വളരെയധികം കൂടുതലാണ്. ടെക്നോളജിക്കൽ റിലയൻസ്, അതായത് ഒരു കമ്പനി, ഒരു ആളുകൾക്കും അവരുടെ റിലയൻസ് മീൻസ് അതായത് സെൽഫ് റിലയൻസ്, അതായത് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള, മറ്റുള്ളവരുടെ സഹായമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള നോളജ് ആളുകൾക്ക് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ സ്വയം പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ എക്കണോമിക് ഡൗൺ ടേൺസ്, അതായത് സാമ്പത്തിക മാന്ദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അതൊക്കെ ഇതിന്റെ ത്രെട്ടാണ്. അപ്പൊ നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഈ ത്രെട്ടുകളിൽ ആദ്യത്തെ 2 ത്രെട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടത്. അപ്പോ പ്രൈസിങ് പ്രഷർ, അത് നമ്മളുടെ വലിയ ഫാക്ടറാണ്. നമ്മൾ ഒരു കോസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ കോസ്റ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടതാണ്. ഇനി നമ്മളുടെ ആപ്പിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. ആപ്പിന്റെ ഞാനിപ്പോ കുറെ പറഞ്ഞു, ഗെയിമിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ജോബ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. അപ്പൊ ഇതൊന്നും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കാണിച്ചിട്ടില്ല. അപ്പോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മളുടെ കുറച്ച് ആപ്പിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഈ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടല്ലോ എന്ന് തോന്നിയേക്കാം. അപ്പൊ അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇവിടെ നിങ്ങൾ കാണുന്ന സ്ക്രീനാണ്, ഈ ഒരു സ്ക്രീനാണ് നമ്മളുടെ റീൽസിന്റെ സ്ക്രീൻ. അതായത് ഇതിന്റെ ഹോം സ്ക്രീൻ തന്നെ റീൽസ് ആണ്. ഇൻസ്റ്റാഗ്രാം റീൽസ് പോലെ തന്നെ റീൽസുകൾ കാണാൻ പറ്റുന്ന സ്ക്രീനാണ്. ഈ റീൽസ് കാണാൻ ഒരു ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല, ആർക്കും വേണമെങ്കിലും ജോയിൻ ചെയ്ത് റീൽ കാണാം. പിന്നെ ഒന്നാണ് ഷോപ്പ്, സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതില് പോയി കഴിഞ്ഞാൽ ബുക്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം, കമ്പ്യൂട്ടറുകൾ പർച്ചേസ് ചെയ്യാം, ലാപ്ടോപ്സുകൾ പർച്ചേസ് ചെയ്യാം, അതേമാതിരി സ്റ്റുഡന്റിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാം. അതിനൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനുള്ള കമ്മീഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അതിനുള്ള കമ്മീഷനൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് പർച്ചേസ് വരുന്നതെങ്കിൽ അതിനുള്ള കമ്മീഷനൊക്കെ കിട്ടും. അപ്പൊ നോട്ട്ബുക്സുകൾ ഇതെല്ലാം ഡെലിവറി ചെയ്യും, നമ്മൾ ഓൾ ഓവർ കേരള ഡെലിവറി ചെയ്യും പ്രൊഡക്റ്റ് ഇതിലൂടെ. നമ്മൾ അത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിനായിരിക്കും കൊടുക്കുക. ഇത് നമ്മളുടെ ഒരു ഫീച്ചർ ആണ്. ഇത് മറ്റുള്ള ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിലൊന്നും അവൈലബിൾ അല്ല. മറ്റൊന്നാണ് ജോബ്സ്. നിങ്ങൾ പ്രൊമോട്ടേഴ്സിനും സ്റ്റുഡൻസിനും ആർക്കും വേണമെങ്കിൽ ഇതിലേക്ക് ജോബ് ആഡ് ചെയ്യാം. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെരിഫൈ ചെയ്യും, അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ജോബ് ഇതിൽ ഡിസ്പ്ലേ ആവും. അപ്പൊ ഈ ജോബ് സെർച്ച് ചെയ്തിട്ട് ആളുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യം നമ്മളുടെ ആപ്പ് തന്നെ ഉണ്ട്. അല്ലാതെ ജോബിന് വേണ്ടിയിട്ട് മറ്റുള്ള ആപ്പുകൾ നോക്കേണ്ട ആവശ്യം ഇവർക്കില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു റീൽസ് ഉണ്ട്, സ്റ്റോർ ഉണ്ട്, കോഴ്സസ് ഉണ്ട്, ജോബ്സ് ഉണ്ട്, ഗെയിമിഫിക്കേഷനും ഉണ്ട്. അപ്പോ ഒരു കംപ്ലീറ്റ് ഇ ലേണിംഗ് പ്രൊഡക്റ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ഇ ലേണിംഗ് പ്രൊഡക്ട്സിലെ എല്ലാത്തിലും നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കും. ഇപ്പൊ ജോബ്സിനാണെങ്കിലും നിങ്ങൾക്ക് റെഫറൻസിൽ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന പേയ്മെന്റ്, കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്, പ്രൊവൈഡ് ചെയ്യാത്ത ആളുകളുണ്ട്. ഇപ്പൊ കമ്പനി പേയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അതിനുള്ള പേയ്മെന്റ് ലഭിക്കും. പിന്നെ പ്രൊമോട്ടേഴ്സിനും റീൽസ് ആഡ് ചെയ്യാം. ഒരു സ്റ്റുഡന്റ് പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ റീല് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാം. ആ റീൽസിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി മോണിറ്റൈസേഷൻ ഒക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതെല്ലാം കൊണ്ടുവരും. മോണിറ്റൈസേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ട് റീൽസിന് മോണിറ്റൈസേഷൻ ഒക്കെ കൊണ്ടുവരാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അതെല്ലാം കൊണ്ടുവരും. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ വെറുതെ ഈ ആപ്പ്
ഡൗൺലോഡ് ചെയ്താൽ, വെറുതെ ഒരാൾ ഡൗൺലോഡ് ചെയ്താൽ അയാൾക്ക് ജസ്റ്റ് റീൽസ് കണ്ടുപോയാലും അപ്പൊ ഈ മേഖലയിലുള്ള പുതിയ കണ്ടെത്തലുകൾ കാണാം, ചെറിയ ചെറിയ ടോപ്പിക്കുകൾ കാണാം, അതെല്ലാം കണ്ടിരിക്കാം. ആ കണ്ടിരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവുകയും ചെയ്യും, പഠിക്കുകയും ചെയ്യും. ആസ് വെൽ ആസ് നമ്മളെ സമയത്തോളം ഇത്രയും ആപ്പ് യൂസേഴ്സ് എൻഗേജ്ഡ് ആയിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആരെ കണ്ടാലും നിങ്ങളിത് വെറുതെ ഒന്ന് ഡൗൺലോഡ് ചെയ്തോളൂ, നിങ്ങൾക്ക് റീൽസ് കാണാലോ എന്ന് പറഞ്ഞാൽ കുട്ടികളോട് പറയാ, നിങ്ങൾ യൂട്യൂബ് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് റീൽസ് കാണണ്ട, ഈ ആപ്പ് ഉപയോഗിച്ച് റീൽസ് കണ്ടോളൂ. ഈ റീൽസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്പുകളും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രസകരമായിട്ടുള്ള കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ പഠനവും നിങ്ങൾക്ക് എത്തിക്കും എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്പ് ആരെ കൊണ്ടും ഡൗൺലോഡ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, റീൽസ്, ജോബ്സ്, കോഴ്സസ്, ഷോപ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ളത്. അപ്പോ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് ഞാനിതൊന്ന് സ്കിപ്പ് ചെയ്യാണ്. സോ ഇനി മറ്റൊരു ഫീച്ചറാണ് സ്റ്റഡി പ്ലാൻ. എന്താണ് സ്റ്റഡി പ്ലാൻ? ഒരു ഇ ലേണിംഗ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ചെയ്യേണ്ട അസൈൻമെന്റ്, ഒരു ദിവസം ചെയ്യേണ്ട എക്സാമിനേഷന്, ആ ദിവസം ചെയ്യേണ്ട ക്ലാസ്സസ്, അതെല്ലാം കറക്റ്റ് ആയിട്ട് ആ ദിവസം വന്ന് കിടക്കും. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റർ ആരാണോ അയാൾ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, നിങ്ങൾ ഇന്നത്തെ ക്ലാസ് ചെയ്തിട്ടില്ലല്ലോ, എന്ത് പറ്റി എന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. അസൈൻമെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, എന്തുകൊണ്ട് അസൈൻമെന്റ് ചെയ്തില്ലല്ലോ, എന്ത് പറ്റി. അങ്ങനെ നിങ്ങൾക്കൊരു ടീച്ചറിന്റെ അടുത്തുനിന്ന് ഒരു സപ്പോർട്ട് എപ്പോഴും ലഭിക്കും. ആ സ്റ്റഡി പ്ലാന് നമ്മളതിലുണ്ട്. ഞാൻ പറഞ്ഞു ഗെയിമിഫിക്കേഷൻ, ഡെയിലി ആക്ടിവിറ്റി കലണ്ടർ. ഡെയിലി നിങ്ങൾ ഇതിൽ ചെലവാക്കുന്ന സമയവും നിങ്ങൾ പഠിക്കുന്ന സമയവും എല്ലാം ഇതില് ആക്ടിവിറ്റി മോണിറ്ററിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ആക്ടിവിറ്റി, അതായത് ആക്ടിവിറ്റി കലണ്ടറിൽ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ഉള്ള ഡീറ്റെയിൽസ് ആണ് കൂടുതലായിട്ടും. അതാണ് അതിലുള്ളത്. ആക്ടിവിറ്റി കലണ്ടറിൽ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിലുള്ളത്. ഇ ലേണിംഗിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആണ്, വളരെ വലുതാണ്. നമ്മൾ ഈ മേഖലയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ന്യൂസ് പേപ്പർ ആണെങ്കിൽ ന്യൂസ് പേപ്പർ ഗോയിങ് ടു എൻഡ്, ടെലിവിഷൻ ഈസ് ഗോയിങ് ടു എൻഡ്. അപ്പൊ ഈ പല മേഖല, ബാങ്കിങ് ഒക്കെ ഓൺലൈനിലേക്ക് മാറുമ്പോൾ ബാങ്കുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പല മേഖലകളും കുറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഇ ലേണിംഗ് മേഖല കൂടിക്കൊണ്ടേയിരിക്കും. ഇത് വളരുകയാണ്, ഇത് തുടക്കമാണ്. തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 10 വർഷമേ ആയിട്ടുള്ളൂ. ഇതിനി വളർന്നുകൊണ്ടേയിരിക്കും. ഈ മേഖലയിലേക്ക് നമ്മൾ ഒരു ബിസിനസ് സാധ്യതയായിട്ട് ബിസിനസ്സുമായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് ഒരു ബിസിനസിന്റെ പാർട്ണർ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറും ഗ്രോയിങ് ആണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് കുറച്ച് കൂടുതൽ കോമ്പറ്റീറ്റേഴ്സിനെ ഒക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാം. അതേപോലെ തന്നെ ലോക്കൽ കോമ്പറ്റീറ്റേഴ്സിനെ ടാക്കിൾ ചെയ്യാം. പിന്നെ നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ മാർക്കറ്റിംഗ്, അതായത് നോട്ടീസുകള്, ബ്രൗഷേഴ്സ്, ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നും എങ്ങനെ ആളുകളെ കണ്ടെത്താമെന്നും പഠിപ്പിച്ചു തരാം. അപ്പോ അത് നാളത്തെ ക്ലാസ് എല്ലാവരും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നാളെ നിങ്ങൾക്ക് കുറച്ച് പുതിയ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് വരാം, അതേപോലെ തന്നെ ഓഫ്ലൈൻ മാർക്കറ്റിംഗുമായിട്ട് വരാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇത് നിങ്ങളിപ്പോ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ഇപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫെബിന, ജിനേഷ്, അവരൊക്കെ ഗ്രൂപ്പിലുണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സോറി, ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പില് അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്ഡേഷൻ വരുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ ശരി. വേറെ എന്തെങ്കിലും? ഇല്ല.
ഓക്കെ, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാര്യം കാണിച്ചു തരാം. വെബ്സൈറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എറ്റ്സെറ. ഈ മാസത്തെ ട്രെയിനിങ് കഴിയുമ്പോഴേക്കും ഇതെല്ലാം ക്ലിയർ ആവും. വെബ്സൈറ്റിൽ നിങ്ങൾ പ്രൊമോട്ടേഴ്സ് ആണെങ്കിൽ പ്രൊമോട്ടേഴ്സ് പ്രൊമോട്ടറായിട്ട് വരിക, എന്നിട്ട് ഇവിടെ വന്നിട്ട് 15,000 അടയ്ക്കേണ്ട കോഴ്സാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ പ്രാവശ്യം ഫ്രീ ആണ്. അപ്പോൾ സോ നിങ്ങൾക്ക് പ്രൊമോട്ടേഴ്സിനെ ആഡ് ചെയ്യാം കേട്ടോ. പ്രൊമോട്ടർക്ക് വേറെ പ്രൊമോട്ടറിനെ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ അതിന്റെ ഇൻകം ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? അതായത് 20% മുതൽ 30% വരെയാണ് പ്രൊമോട്ടേഴ്സിന് ഇൻകം ആയിട്ട് വരിക. അപ്പോ 10,000 ഒരു കോഴ്സ് ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് 2,000 മുതൽ 3,000 വരെ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ട്യൂഷൻ ഒക്കെ സ്കൂൾ കുട്ടികളെ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, ട്യൂഷൻ ഉണ്ട്. അത് മന്ത്ലി ഫീ ആയിരിക്കില്ലേ? മന്ത്ലി ഫീ ആണ്. അതിലും നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ട്. മന്ത്ലി ഏർണിങ്സ് കിട്ടും. ഇപ്പൊ എവരി മന്ത് ഫീ അടയ്ക്കുമ്പോ അതിന്റെ ഏർണിംഗ് കിട്ടുമോ? എവരി മന്ത് ഫീസ് അടയ്ക്കുമ്പോൾ അതിന്റെ ഏർണിങ്സ് കിട്ടും. ഇപ്പൊ ഇതില് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞ ഇതിലേക്ക് വന്നില്ല, രജിസ്റ്റർ ആസ് എ പ്രൊമോട്ടറിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻട്രി ചെയ്യുക. ഇപ്പൊ നേരത്തെ എൻട്രി ചെയ്ത ആളുകളാണെങ്കിൽ ഒന്നുകൂടി എൻട്രി ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്തായാലും ഒന്ന് എൻട്രി ചെയ്തോളൂ. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ എൻട്രി ചെയ്താൽ മതി. അപ്പൊ ഒരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് കിട്ടും. ഇമെയിൽ ഐ ഡി പാസ്വേഡും കിട്ടും. ഇമെയിൽ ഐ ഡി പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലോഗിനിൽ പോയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനൊന്ന് ഒരു പ്രൊമോട്ടറെ രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ താഴത്ത് വരണം സൈൻ അപ്പ്, രജിസ്റ്റർ ആസ് എ പ്രൊമോട്ടർ എന്ന് കാണണമെങ്കിൽ. അപ്പൊ ഞാൻ എന്റെ പേരിൽ തന്നെ ഒരു പ്രൊമോട്ടർ ആക്കാം. പക്ഷെ ഞാൻ എന്റെ ഇമെയിൽ ഐ ഡി ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. 00 പാസ്വേഡ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പാസ്വേഡ് കൊടുത്തോളൂ. സോ രജിസ്റ്റർ, ലോഗിൻ. ലോഗിനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാം. സ്റ്റുഡൻസിനെ ആഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഏത് കോഴ്സിലേക്കാണെന്നുള്ളത് നോക്കിയിട്ട് ഇതിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് 99 റുപ്പീസ്, അതായത് നമ്മളെ ഫ്രീ കോഴ്സ് ആണത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ടോട്ടൽ ഫീ എത്രയാണ്, ഏതാ ഒരു കളക്ട് ചെയ്യുന്ന ഫീ എത്രയാണ്. ചിലപ്പോൾ 1,000 റുപ്പീസ് ആണെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1,000 റുപ്പീസ്. ഇപ്പൊ നമുക്ക് അഡ്മിഷൻ ഫീ ഒന്നും ഇല്ല, 0 എന്ന് കൊടുക്കുക. ഫീ ബാലൻസ് ബാക്കിയുള്ളത് 7,000 രൂപയാണെങ്കിൽ 7,000 രൂപ ബാലൻസ്. അവരുടെ അക്കൗണ്ട് നമ്പർ UPI ID ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുക്കുക. കാരണം അവര് ഗൂഗിൾ പേ ആണ് ചെയ്യുന്നതെങ്കിൽ ഏത് UPI എന്നാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പിൻകോഡ്, കൺട്രി, കാര്യങ്ങൾ, പിന്നെ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അടിച്ചിട്ട് കയറ്റാം. പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഉള്ളത് എന്താ വെച്ചാൽ നിങ്ങളെ കമ്മീഷൻ ഒക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും കേട്ടോ. ഞങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി തരാത്തവര് അത് തന്നോളൂ, കുഴപ്പമില്ല. പിന്നെ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോട്ടേഴ്സിനെ ആഡ് ചെയ്യാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ജില്ല മൊത്തം ഞാൻ വർക്ക് ചെയ്യാണ്, അപ്പൊ അതിനടിയിലുള്ള പ്രൊമോട്ടേഴ്സിനെയൊക്കെ ഞാൻ ആഡ് ചെയ്യുമെന്ന്, അങ്ങനെയൊക്കെ വലിയ വിഷനുള്ള ആളുകൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രൊമോട്ടേഴ്സിനെ ആഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്കും കമ്മീഷനായിട്ട് ഈ പ്രൊമോട്ടേഴ്സ് വർക്ക് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ അഗെയിൻ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങൾ എടുത്ത് വലിയ ബിസിനസ് ആക്കിയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആഡ് പ്രൊമോട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അണ്ടറിലുള്ള പ്രൊമോട്ടേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ
മാത്രമല്ല, ഈ ബിസിനസ്സിൽ നിങ്ങളും പങ്കാളികളാണ്. അപ്പൊ നിങ്ങൾക്കും ഇതിൽ ഗ്രോ ചെയ്യാം. ഓക്കെ ഓക്കെ. മറ്റെന്തെങ്കിലും ഉണ്ടല്ലോ അല്ലേ? ഒന്നും ഇല്ലല്ലോ അല്ലേ? സാർ. റൈറ്റ്. അപ്പൊ കോമ്പറ്റീറ്റേഴ്സിന് പഠിക്കുക, എല്ലാവരോടും പറയുന്ന കാര്യമാണ്. നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ പഠിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവരുടെ അടുത്ത് 10,000 രൂപയ്ക്ക് കോഴ്സ് ഉണ്ടല്ലോ എന്ന് ചോദിക്കും സ്റ്റുഡന്റ്. അപ്പൊ അവർക്ക് 10,000 രൂപയ്ക്ക് കോഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഇതിനൊക്കെ ഇത്ര മെച്ചമുണ്ട്, ഇത്ര മോശമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറയണം. അപ്പൊ എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെയും നമ്മളെ കുറിച്ച് പഠിക്കണം. നിങ്ങൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, ചെറിയ സ്ഥാപനങ്ങൾ ഉണ്ടാവും, വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാവും. അവർ ഓഫ്ലൈൻ ട്രെയിനിങ് ആണ് കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ ഓഫ്ലൈൻ ട്രെയിനിങ് പോലെ തോന്നുന്ന ഒരു ഓൺലൈൻ ട്രെയിനിങ് ആണെന്നുള്ള കാര്യം അവരെ പഠിപ്പിക്കണം. പിന്നെ നമുക്ക് ഓഫ്ലൈൻ ട്രെയിനിങ് സെന്ററുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് റൗണ്ടിൽ നന്നായി വർക്ക് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സിന് ഓഫ്ലൈൻ സെന്ററുകൾ നമ്മൾ അനുവദിക്കും. അപ്പോൾ ഓഫ്ലൈൻ സെന്ററുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ചെറിയ സ്റ്റാഫിനെ ഒന്നും എടുക്കണ്ട, സ്റ്റാഫൊക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ, സ്റ്റാഫ് ട്രെയിനിങ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു കൊടുക്കും. അപ്പോൾ അത് 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 വരുന്നുണ്ട്. അപ്പം നമ്മൾ ഫ്യൂച്ചർ ഈസ് ഗ്രോയിങ്, ഫ്യൂച്ചർ ഈസ് പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ കേരളത്തില് അങ്ങോളം ഇങ്ങോളം സെന്ററുകൾ തുടങ്ങും, എന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുനടക്കും. അപ്പോൾ ഈ മേഖലകളിലുള്ള കോഴ്സുകൾ, ഇപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ മേഖലകളിലുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ കൊടുക്കുകയും ചെയ്യും ഓഫ്ലൈൻ സെന്ററുകളിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് 6 മിനിറ്റ് ആയി. അപ്പോൾ നമുക്ക് നാളെ 1 മണിക്കൂറുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you.